മന്ത്രി പി രാജീവ് ഇപ്പോൾ സംസാരിക്കും. ഇപ്പോൾ ഇന്നലെ ശ്രീ പീയൂഷ് ഗോയൽ പോകുമ്പോൾ എന്നോട് ആവശ്യപ്പെട്ടത് സംസ്ഥാന വ്യവസായ മന്ത്രിമാരുടെ യോഗം അത് വിളിച്ചിട്ട് കേരളത്തിൽ നടപ്പിലാക്കിയ നിയമമാറ്റങ്ങൾ എങ്ങനെ നമുക്ക് കുറെ കൂടി ഒരു ബിസിനസ് ഈസ് ഓഫ് ഡൂയിങ്ങിലേക്ക് എത്താൻ കഴിഞ്ഞു അത് സംബന്ധിച്ച് അവിടെ ഒരു പ്രസന്റേഷനായിട്ടാണ് വിളിച്ചിരിക്കുന്നത്. KSIDC MD ശ്രീ ഹരികിഷോറിനെ ഇത് കഴിഞ്ഞാലുടൻ മസൂറി ഈ ചൊവ്വാഴ്ച ഇദ്ദേഹത്തെ മസൂറിയിൽ ട്രെയിനിങ് വിളിച്ചത് ഈസ് ഓഫ് ഡൂയിങ്ങിൽ എങ്ങനെ കേരളം മുന്നോട്ട് ആ സബ്ജക്റ്റാണ് അദ്ദേഹത്തെ വിളിച്ചിരിക്കുന്നത്. അപ്പോൾ കേരളം വിസിബിളായി. നമ്മളെ അവഗണിക്കാനായിട്ട് ആർക്കും കഴിയില്ല. നമ്മുടെ പൊട്ടൻഷ്യൽ പ്രധാനമാണ്. നമ്മുടെ നല്ല ചെറുപ്പക്കാരുടെ ആ ഒരു ഔട്ട്പുട്ടാണ് പ്രധാനം. അത് നമുക്ക് ടാലന്റ് പൂള് ഇതെല്ലാം തന്നെ നമുക്ക് ഷോക്കേസ് ചെയ്യാൻ കഴിയും. അപ്പോൾ അത് രണ്ടാമത്തത്. 3, നമ്മളിതൊരു ഒറ്റയ്ക്കുള്ളൊരു ഇവന്റ് അല്ല. സാധാരണ നിങ്ങൾ ഇതിനു മുൻപ് ഇത്തരം കാര്യങ്ങൾ കണ്ടവരുണ്ട് മാധ്യമപ്രവർത്തകരിൽ. ഇപ്പോൾ ശ്രീ കൃഷ്ണയള പറഞ്ഞല്ലോ, അദ്ദേഹം പത്മഭൂഷണും വളരെ പ്രധാനപ്പെട്ട വ്യക്തിത്വമാണല്ലോ. അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം പങ്കെടുത്തതിൽ ഏറ്റവും ബെസ്റ്റാണെന്നുള്ളതാണ്. പിന്നെ അദ്ദേഹം പങ്കെടുത്ത മറ്റ് സമ്മിറ്റുകൾ അദ്ദേഹത്തിന്റെ പ്രശ്നം കൊണ്ടേ നിങ്ങൾക്ക് നോക്കാം. പക്ഷെ അദ്ദേഹം പറഞ്ഞ ഏറ്റവും ബെസ്റ്റ് ആണെന്നുള്ളതാണ്. ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരും നല്ല അഭിപ്രായമാണ്. അപ്പൊ ഞങ്ങളോട് പറയുന്നതല്ല, നിങ്ങൾ കാണുമ്പോഴും അത് തന്നെയായിരിക്കും പറഞ്ഞത്. അതിന് കാരണം നമ്മളൊരു 3 വർഷത്തെ പ്ലാനിംഗ് ഉണ്ട്. ഇത് 2025 മതി 2029 തീരുമാനിച്ചിട്ടുണ്ട്. അതിനുശേഷം ഞങ്ങൾ ഒന്നിച്ച് നടത്തിയ ഒരു വർക്ക്, ഒരു ടീം, മന്ത്രി ഉദ്യോഗസ്ഥർ എന്ന നിലയിലല്ല, ഞങ്ങളുടെ ടീം എന്ന നിലയിലാണ് ഞങ്ങൾ എല്ലാവരും ഒന്നിച്ച് വർക്ക് ചെയ്യുന്നത്. അതിന്റെ ഭാഗമായി നടത്തിയിട്ടുള്ള പ്രിപ്പറേറ്ററി പ്രോഗ്രാം, പിന്നെ നടത്തിയ മറ്റ് റോഡ് ഷോകൾ, ഇതിലെല്ലാം നമുക്ക് ഇത്ര പോകാൻ കഴിയും എന്നൊരു ഐഡിയ കിട്ടും. അതനുസരിച്ചാണ് പിന്നെ ഞങ്ങൾ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുന്നത്. അപ്പൊ അത് ഇത്രയും തയ്യാറെടുപ്പുകളോടെ ഒരു സബ്മിറ്റും സംരംഭകർ പറയുമ്പോൾ TIA ഞങ്ങളുടെ പാർട്ണറാണല്ലോ, അവർ പറയുന്നത് ഇന്ത്യയിൽ ഒരിടത്തും നടന്നിട്ടില്ല എന്നാണ്. അപ്പൊ അത് നമുക്ക് ഇവിടെ മാത്രമല്ല, നമ്മളൊരു വിസിബിലിറ്റി വന്നു ഈ യാത്രയിൽ. ആ വിസിബിലിറ്റിയുടെ പ്രധാന ഘട്ടമായി ഇപ്പൊ പോയവർ, നിങ്ങൾ ഏത് സംരംഭകനോട് ചോദിച്ചോളൂ, അവര് ഇങ്ങോട്ട് വന്ന പോലെ പോയിട്ടുള്ളത്. അവർ കുറെ കൂടി ആത്മവിശ്വാസം, കേരളം, അറിയുന്ന കേരളം പ്രോഗ്രാമിൽ തന്നെ ഞങ്ങളുടെ ഇടയിൽ വന്നിട്ടുണ്ട്. ഇത്ര കൊണ്ടുവരാന്നുള്ളത് യോയിലേക്ക് എത്തിയില്ലെങ്കിലും ഇത്ര കാര്യങ്ങൾ ചെയ്യാമെന്നൊരു ഐഡിയ ഞങ്ങൾക്ക് കിട്ടിയതാണ്. അത് ഞങ്ങൾ പിന്നീട് കൗണ്ടർ ചെക്ക് ഒക്കെ ചെയ്തിട്ടുള്ളത്. ഒരു ഭാഗം ഇന്നലെയായിട്ട് വന്നിട്ടുള്ളതാണ്. അത് ഞങ്ങൾ ഒന്നുകൂടി സ്ക്രീൻ ചെയ്യും. എന്നിട്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ കാറ്റഗറൈസ് ചെയ്യും. ഇപ്പോൾ നമുക്ക് ഉടൻ തുടങ്ങാൻ പറ്റുന്നുണ്ടോ, അല്ലെങ്കിൽ 6 മാസം കഴിഞ്ഞ് തുടങ്ങാൻ പറ്റുന്നുണ്ടോ, പിന്നെ ചിലപ്പോൾ കുറച്ചുകൂടി സമയം എടുക്കും. അത് കാറ്റഗറൈസ് ചെയ്യും. പിന്നെ ചില സെക്ടർ ബേസും തിരിക്കും. പിന്നെ ചിലത് കിൻഫ്ര ആയിട്ട് എടുക്കേണ്ടതുണ്ടോ, ചിലത് KSIDC ആവുന്നുണ്ടോ, ചിലത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇൻഡസ്ട്രീസിനായിരിക്കും. അപ്പൊ അങ്ങനെ ഒരു 5-6 കാറ്റഗറി തിരിക്കും. എന്നിട്ട് നമ്മൾ ഇപ്പോ ഒരു ടീം ഓരോന്നിനുണ്ടായിരിക്കും. ഇപ്പൊ നേരത്തെ തന്നെ ഒരു ടോൾ ഫ്രീ നമ്പർ വരും, ഒരു പ്രത്യേക ഇമെയിൽ വരും, ഡാഷ്ബോർഡ് വരും, ചീഫ് സെക്രട്ടറി നേതൃത്വത്തിൽ പ്രത്യേക ടീം ഉണ്ടാവും, ഒരു ഫാസ്റ്റ് ട്രാക്ക് മെക്കാനിസം ഉണ്ടാവും. നിയമപരമായി കൊണ്ടുപോകാൻ പറ്റാവുന്നതാണെങ്കിൽ അതിവേഗത്തിൽ തുടങ്ങാനുള്ള എല്ലാ സംവിധാനങ്ങളും ഉണ്ടാവും. എനിക്ക് തോന്നുന്നു 2 ദിവസം കഴിഞ്ഞ് ഞങ്ങൾ ഒന്നുകൂടി മീഡിയ കാണും. ഇത് ഓരോന്നും വെച്ചിട്ട് ഒരു റോഡ് മാപ്പ് എന്താണ്, ആക്ഷൻ പ്ലാൻ എന്താണ്, അത് ടൈം ബേസ് ആയിട്ട് നിങ്ങളോട് പറയാമെന്നാണ്. അത് വർക്ക് ഫ്രം കേരള, വർക്ക് ഫ്രം ഹോം, വർക്ക് നിയർ ഹോം പോലെ ഞാനിത് പുതിയ കോൺസെപ്റ്റ് ആവുന്നത്. ഞാൻ മന്ത്രി ഡൽഹിയിൽ പോയപ്പോൾ ഇന്ത്യൻ എക്സ്പ്രസ് ഒരു ഫുൾ പേജ് ഇന്റർവ്യൂ നടത്തിയിരുന്നു. ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് അല്ല, അതിൽ ഈ കോൺസെപ്റ്റ് ഞാൻ പറയുന്നുണ്ട്, വർക്ക് ഫ്രം കേരള എന്നുള്ളത്. കേരളത്തിന്റെ കാലാവസ്ഥ, നമ്മുടെ വിഭവശേഷി, അത് പ്രധാനമാണ്. പിന്നെ കേരളത്തിന്റെ പ്രത്യേകത, നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞു മൊത്തം നഗരമാണ്. പിന്നെ എല്ലാ വീട്ടിലും വേണമെങ്കിൽ സ്ഥലമുണ്ട്. ഒരു 1000 സ്ക്വയർ ഫീറ്റ് വർക്ക് ഏരിയ അഡീഷണൽ ആയിട്ടുള്ള വീടുകളാണ് നല്ലൊരു ശതമാനം വീടുകൾ. എല്ലാ വീട്ടിലും നമുക്ക് ഹ്യൂമൻ റിസോഴ്സസ് ഉണ്ട്. അത് നമ്മൾ പൊട്ടൻഷ്യലായിട്ട് ഉപയോഗിക്കാൻ കഴിഞ്ഞാൽ വർക്ക് ഫ്രം കേരള എന്നത് ഒരു പുതിയ ടൂൾ. ഇപ്പോ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, നിങ്ങൾക്ക് അറിയുമെന്നറിയില്ല, ഇപ്പൊ യൂബർ ഉണ്ടല്ലോ. യൂബർ അറിയാത്ത ആരുണ്ടാവില്ല. യൂബറിന്റെ പ്രോഗ്രാം എവിടെ ഇരുന്ന് എഴുതിയ, ശരിക്കൊരു കൗതുക വാർത്തയാണെങ്കിലും വർക്കലയിൽ ഇരുന്നിട്ടാണ്. അപ്പൊ പീസ്ഫുൾ ആയിട്ട് ഇരുന്നപ്പോൾ ഒരു പ്രോഗ്രാം വന്നു. അതാണ് പിന്നെ യൂബറായിട്ട് വികസിച്ചത്. അപ്പൊ ഇപ്പൊ നമുക്ക് കേരളത്തിൽ എവിടെ ഇരുന്നാലും കുറെ പ്രൊജക്ടുകൾ അങ്ങനെ വന്നിട്ടുണ്ട്. ഞങ്ങൾ ടാറ്റ ചെയർമാനെ കണ്ടിട്ടുണ്ട്, 1 മാസം മുമ്പ് കണ്ടു. അതിപ്പോ അതിലേക്ക് വന്നിട്ടില്ല, EOI വന്നിട്ടില്ല. കേരള നിക്ഷേപ സംഗമത്തിന്റെ സമാപനത്തിന് ശേഷം മന്ത്രി പി രാജീവ് സംസാരിക്കുകയായിരുന്നു. എത്രത്തോളം പ്രതീക്ഷയോടെയാണോ നിക്ഷേപകർ കേരളത്തിലേക്ക് വന്നത്, അതേ ആത്മവിശ്വാസത്തോടു കൂടിയാണ് അവർ തിരിച്ചു പോകുന്നതെന്ന് കൂടിയാണ് അദ്ദേഹം പറയുന്നത്.